ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇത് ആക്ച്വലി ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷൻ എടുത്തത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഗ്നോൻ്റെ MPA 12 അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അതിൽ വരാത്ത ഭാഗങ്ങൾ കുറേയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഇഗ്നോൻ്റെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മൊഡ്യൂൾ തയ്യാറാക്കിയത്. ബിസിനസ് സ്റ്റഡീസ് നമുക്ക് അത്ര അങ്ങോട്ട് ഒരൊറ്റ ബുക്കിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് വളരെ വൈഡായിട്ട് അതിൻ്റെ സോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, BComനും മറ്റൊക്കെ പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ബിസിനസ് സ്റ്റഡീസിൽ വളരെ എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സോഴ്സായിട്ട്. അത് കൂടാതെ തന്നെ കുറേ മോഡേൺ ടെക്നിക്സ്, മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ലീന്, അതുപോലെ തന്നെ അജൈല്, അതുപോലെ തന്നെ TQM, ഇതിനൊക്കെ വേറെ മോഡേൺ മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ വലിയ വലിയ ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂൾസിൻ്റെ തന്നെ നല്ല മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്ന് ഒക്കെ ആണ് എടുക്കുന്നത്. ഒരു PSCക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് ഒരു PPTയോ അല്ലെങ്കിൽ നോട്ടോ ആക്കിയിട്ട് അതാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതാണ് എനിക്ക് സോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പല ക്ലാസ്സുകളിലും പല സ്ഥലങ്ങളിലും ഈ ക്ലാസ്സുകൾ വളരെ നേരത്തെ നമ്മൾ വളരെ നേരത്തെയാണ് ഈ ക്ലാസ്സുകൾ. ഇത് വീണ്ടും ഞാൻ പറയാണ്, മീൻസ് അത് ഒരു തവണ 2 തവണയൊക്കെ അത് റിവൈസ് ചെയ്ത് ആ പരീക്ഷയുടെ സമയത്ത് പോലും നിങ്ങൾക്ക് ഓർമ്മയുള്ള രീതിയിൽ ഇതിനെ കൊണ്ട് പോകണം. അതല്ലാതെ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടു അതിനുശേഷം അത് നിർത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ വേറൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണെങ്കിൽ ഒരു 25-30% പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതിൽ നിങ്ങൾ പഠിച്ചു. ഓക്കെ, രണ്ടും മിങ്കിളായിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മാത്രമാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10-25% അല്ലെങ്കിൽ 30% പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി പഠിക്കുകയാണെങ്കിൽ അതിൽ ഒരു നല്ലൊരു മാർക്ക് നമുക്കതിന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിലുള്ള മാനേജ്മെന്റ് ഡെഫിനിഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു ഭാഗവും, അതേപോലെ തന്നെ ഒരു ചെറിയൊരു പോർഷനുണ്ട് മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മാനേജ്മെന്റ് ഡെഫിനിഷൻസ് നോക്കാം. പലതരത്തിലുള്ള പല ആൾക്കാരും മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മാനേജ്മെന്റ് സ്കൂൾസ് നിന്നും തോട്ട് ഓഫ് സ്കൂൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഓരോ ഡെഫിനിഷനാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസിക്കൽ ഇതിലെ ഡെഫിനിഷൻ, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസിലെ ഡെഫിനിഷൻ. നിങ്ങൾക്കറിയാം, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസിൽ 3 ഉണ്ട്. ഒന്ന് ഹെൻറി ഫയോളിൻ്റെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, അതുകൂടാതെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ബ്യൂറോക്രസി. ഓക്കെ, അതിൽ നമ്മൾ ഹെൻറി ഫയോൾ എന്താണ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾക്ക് FW ടൈലറും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നമുക്ക് പഠിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു 5 തരത്തിലുള്ള ഡെഫിനിഷൻസ് ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഹെൻറി ഫയോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. അപ്പോൾ മാനേജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർകാസ്റ്റ് ചെയ്യാനും, പ്ലാൻ ചെയ്യാനും, ഓർഗനൈസ് ചെയ്യാനും, കമാൻഡ് ചെയ്യാനും, കോർഡിനേറ്റ് ചെയ്യാനും, കൺട്രോൾ ചെയ്യാനും. ഇതാണ് ഫയോളിൻ്റെ
ഡെഫിനിഷൻ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ അപ്രോച്ചാണ് ഇതിലെടുക്കുന്നത്. ഇതിലെന്താണ് മിസ്സിംഗ് ഉള്ളത്? ഹ്യൂമൻ ആസ്പെക്ട് മിസ്സിംഗ് ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ തിയറീസിലൊന്നിലും ഒരു ഹ്യൂമൻ ആസ്പെക്ട് അവർ എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ കൂടുതലായിട്ട് ഒരു എംഫസൈസ് കൊടുക്കുന്നത് സ്ട്രക്ചറിനാണ്. ഓക്കെ, ഒരു ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷനാണ് ഫയോൾ പറയുന്നത്. അടുത്ത ആള് പീറ്റർ ഡ്രക്കർ. ഇത് ഒരു മോഡേൺ മാനേജ്മെന്റ് തിയറി ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ മോഡേൺ മാനേജ്മെന്റിൽ എങ്ങനെയാണ് അതിന് ഡെഫിനേഷൻ എന്ന് നോക്കാം. അദ്ദേഹം 1973 ഇത് ഡിഫൈൻ ചെയ്യുന്നത്. മാനേജ്മെന്റ് ഈസ് അബൌട്ട് മേക്കിംഗ് പീപ്പിൾ കാപ്പബിൾ ഓഫ് ജോയിന്റ് പെർഫോമൻസ്, മേക്കിംഗ് ദെയർ സ്ട്രെങ്ത്സ് എഫക്റ്റീവ് ആൻഡ് ദെയർ വീക്ക്നെസ് ഇറെലവന്റ്. അതായത് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരെ ഒരു ജോയിന്റ് പെർഫോമൻസ്, കൂട്ടം കൂടിയിട്ടുള്ള ഒരു കൂട്ടായി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് കേപ്പബിൾ ആക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അവരുടെ സ്ട്രെങ്ത് കൂടുതൽ എഫക്റ്റീവ് ആക്കും. എന്നാൽ ഓരോ വ്യക്തികൾക്കും വീക്ക്നെസ് ഉണ്ടാവുമല്ലോ, ആ വീക്ക്നെസ്സുകളെ മുഴുവൻ ഇറെലവന്റ് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടാസ്ക് അക്കംപ്ലിഷനും മാത്രമല്ല, ഇതിൽ അതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ആളാണ്, പീപ്പിൾസ് ആണ്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ആണ്. ഓക്കെ, ഇതൊരു എന്താ പറയുക കൊളാബറേറ്റീവ് ആയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, ആൾക്കാർ മീൻസ് ഇതിൽ പറയുന്നുണ്ടല്ലോ മേക്കിംഗ് പീപ്പിൾ കേപ്പബിൾ ഓഫ് ജോയിന്റ് പെർഫോമൻസ്. ഒറ്റയ്ക്കല്ല ഈ ഒരു ടാസ്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഇവരുടെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? ഒരുപാട് പേര് ഒരുമിച്ച് കൂടുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും അവരുടെ സ്ട്രെങ്ത് വളരെ ഹൈലൈറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ വീക്ക്നെസ്സസ്, അവരുടെ ദൗർബല്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഇറെലവന്റ് ആക്കാനും പറ്റും. അപ്പൊ ഒരു പുതിയൊരു മെത്തേഡ് മീൻസ് പുതിയൊരു തലം ഈ ജോയിന്റ് പെർഫോമൻസിന് കൊടുക്കാൻ മാനേജ്മെന്റിന് കഴിയും. ഓക്കെ, ഇതൊരു കണ്ടംപററി ഓർഗനൈസേഷൻസിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇത്. അടുത്തത് ബിഹേവിയർ തിയറി വെച്ചിട്ട് ഒരു ഡെഫിനേഷനാണ്. എന്താണ് ബിഹേവിയർ തിയറീസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ ഇപ്പൊ എന്താ പറയാ ക്ലാസിക്കൽ തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്ന ഹ്യൂമൻ റിലേഷൻ തിയറിയാണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ബിഹേവിയറൽ തിയറിയാണ്. ഓക്കെ, അതിൽ എങ്ങനെ മാരി പാർക്കർ ഫോളറ്റ് ആണ് ഇതിനെ ഡിഫൈൻ ചെയ്തത്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, അപ്പൊ ഇതില് ഇതിൽ കൂടുതൽ ഊന്നി പറയുന്നത് എന്താണ്? ഒരു മാനവികമായ അംശത്തിനെയാണ് ഇതിൽ ഊന്നി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതില് ഈ എന്താ പറയാ ലീഡർഷിപ്പ് തിയറീസ് ഉണ്ടല്ലോ, അതിൽ മോട്ടിവേഷൻ, ടീം വർക്ക്, എംപവർമെന്റ്, ഇതൊക്കെ ഈ പറഞ്ഞ ഒരു ഡെഫിനേഷനിൽ വരുന്നുണ്ട്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, അടുത്ത ആള് ലുഡ്വിഗ് വോൺ ബെർട്ടലാൻഫി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഡെഫിനേഷനാണ്. ഇതെന്താ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റം തിയറിയിലെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡെഫിനേഷനാണ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ സിസ്റ്റം തിയറി പഠിച്ചിട്ടില്ല, അത് ഞാൻ ഒഴിവാക്കി വെച്ചതാണ്. നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പഠിക്കും. ബേസിക്കലി അത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്നെ നിൽക്കുന്നല്ല, അതൊരു സിസ്റ്റമാണ്. അത് പല എന്താ പറയുക എൻവയോൺമെന്റ്, അതിനൊരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനുള്ളിൽ തന്നെ പല സബ് സിസ്റ്റങ്ങളുണ്ട്. ഈ സബ് സിസ്റ്റങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു കൊളാബറേഷൻ ആണ് ആക്ച്വലി ഒരു ഓർഗനൈസേഷൻ. ഇതാണ് ഈ സിസ്റ്റം തിയറി പൊതുവെ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഈ ബെർട്ടലാൻഫി ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് designed to achieve objectives efficiently and effectively. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ. വ്യൂസ് ഓഫ് ഇതൊരു എന്താ പറയുക ഒരു ഹോളിസ്റ്റിക് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ് മാനേജ്മെന്റിനെ കാണുന്നത്. ഓക്കെ, ഇതും നേരത്തെ പീറ്റർ ഡ്രക്കറിന്റെ പറഞ്ഞ പോലെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്, അതിൽ നിന്ന് വരുന്നുള്ള മാറ്റങ്ങൾ, ഇതിനൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ ഈ സിസ്റ്റം തിയറി അനുസരിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷന് സാധിക്കും.
അടുത്തത് സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. മൈക്കൽ പോർട്ടർ ആണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മാനേജ്മെന്റ് ഈസ് അബൌട്ട് പൊസിഷനിങ് ദ ഓർഗനൈസേഷൻ ഇൻ എ വേ ദാറ്റ് അച്ചീവ്സ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ അതായത് അത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ നിങ്ങൾ പൊസിഷൻ ചെയ്യുന്ന രീതിയിലാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടു അച്ചീവ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്ന തരത്തിൽ ഒരു ഓർഗനൈസേഷനെ എന്താ പറയുക പൊസിഷൻ ചെയ്യുന്ന രീതിയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെന്താണല്ലോ ഫോക്കസ് ചെയ്യുന്നത്, സ്ട്രാറ്റജി അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജി അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. അതിൻ്റെ കംപ്ലീറ്റ് അർത്ഥം ചുമ്മാ നമ്മൾ എവിടെയെങ്കിലും ജനറലായിട്ട് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ല. എന്താണ് സ്ട്രാറ്റജി, അതിൻ്റെ ഡെഫിനിഷൻ വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. സ്ട്രാറ്റജി ഇതിൽ എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്ന, സ്ട്രാറ്റജി, കോമ്പറ്റീഷൻ ആൻഡ് ലോങ് ടൈം സക്സസ്. ഒരു ലോങ് ടൈം സക്സസും കോമ്പറ്റീഷനും സ്ട്രാറ്റജിയും ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് ബിസിനസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്താ പറയുക ഡെഫിനിഷൻസ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക. 5 തരത്തിലുള്ള 5 ആൾക്കാരുടെ, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ, പീറ്റർ ഡ്രക്കറും മേരി പാർക്കർ ഫോളറ്റും ഹെൻറി ഫയലും ഒന്നും ചെറിയ ആൾക്കാരല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവരുടെ ഡെഫിനിഷൻസ് എന്തായാലും തറവാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിൽ വന്നാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും ഇത് ഉപകാരപ്പെടും. ഇവരെങ്ങനെയാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാലോ. എന്താണ്, എങ്ങനെയാണ് ഡെഫിനിഷൻ, ഈ 5 ആൾക്കാർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇവൻ അത് സിലബസിൽ ഇല്ലെങ്കിൽ കൂടി ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവൻ അതിൽ ജസ്റ്റ് പറയുന്നത് എന്താണ്, ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്. അതിൽ നേച്ചർ പറയുന്നില്ല, ഫീച്ചർ പറയുന്നില്ല, അങ്ങനത്തെ ഒന്നും പറയുന്നില്ല. ഒരു പക്ഷേ അത് ഉൾക്കൊള്ളുന്നതായിരിക്കാം സിലബസ്. മനസ്സിലായോ? ആ ഡെഫിനേഷൻ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ മാത്രം പഠിച്ച്, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു അബദ്ധം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാമത്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. എന്താണ് ഈ മാനേജ്മെന്റിന്റെ നേച്ചർ എന്നുള്ളത്? ഓക്കെ, അത് ആദ്യത്തെ പറയുന്നത് യൂണിവേഴ്സൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഇൻഡസ്ട്രിയിലും എല്ലാ സെക്ടറിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെന്റ്, അല്ലേ? ഒരു സ്ഥലത്ത് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥലത്ത് പോയി മാനേജ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്കില്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗോൾ ഓറിയന്റഡ് ആണ്. ഇത് ഓൾവേസ് എന്താ പറയുക, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് വളരെ എഫിഷ്യൻ്റ്ലി, അതേപോലെ തന്നെ എഫക്റ്റീവ്ലി അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ളതാണ്. അപ്പോൾ അത് മാനേജ്മെന്റ് എപ്പോഴും ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഇന്റഗ്രേറ്റീവ് ഫോഴ്സ് ആണ്. മാനേജ്മെന്റ് ആണ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ അതുപോലെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒക്കെ മാനേജ്മെന്റ് ആണ്. ഇതൊരു ഇന്റഗ്രേറ്റീവ് ഫോഴ്സ് ആണ്. ഇത് മാനേജ്മെന്റിന്റെ ഒരു നേച്ചറാണ്. അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സ് കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹ്യൂമൻ ഒരുപാട് ജനങ്ങളുമായിട്ട്
സാർ കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആക്ച്വലി എന്താ എൻ്റെ ഞാൻ 2 ഇതിൽ വർക്ക് ചെയ്യുന്ന മൊഡ്യൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ ലാപ്ടോപ്പിലും പിന്നെ ഒന്ന് ഫോണിലും. ഫോണിൽ പെട്ടെന്ന് അത് എന്താ പറയാ ഓഫായി പോയി. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ മാനേജ്മെന്റിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ പ്രോസസ്സാണ്. എങ്ങനെയാണ് ഹ്യൂമൻ ഒരു ഓർഗനൈസേഷനിൽ ഉള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് എങ്ങനെയാണ് മാനേജ്മെന്റിന്റെ അപ്രോച്ച്, ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസിക്കൽ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു, അതിനുശേഷം ഹ്യൂമൻ റിലേഷനിൽ എങ്ങനെയായിരുന്നു, ബിഹേവിയറിൽ എങ്ങനെയായിരുന്നു, മോഡേൺ അപ്രോച്ചിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒരു സോഷ്യൽ പ്രോസസ്സ് കൂടിയാണ്. ഓക്കെ. അടുത്തത് ഡൈനാമിക് അഡാപ്റ്റ്സ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അതായത് ഇത് വളരെ ഡൈനാമിക് ആയിരിക്കണം. എപ്പോഴും ഒരൊറ്റ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആയിട്ടുള്ള എൻവയൺമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഇന്റേണലി നമ്മൾ ചേഞ്ച് ആയിട്ട് വരും. അത്തരത്തിലുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് മാനേജ്മെന്റ്. ഇത്രയാണ് നേച്ചറിൽ പഠിക്കാനുള്ളത്. ഇനി കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്, ഏത് തരത്തിലാണ് ഈ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു 5 തരത്തിലുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്ന്, മാനേജ്മെന്റ് ആസ് എ പ്രോസസ്. മാനേജ്മെന്റ് ആസ് എ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അല്ലേ മാനേജ്മെന്റിൽ. ഫസ്റ്റ് പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ലീഡിങ് ഉണ്ട്, കൺട്രോളിങ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെ നമുക്ക് മാനേജ്മെന്റ് ആയിട്ട് പറയാം. ഓക്കെ, അത് മാത്രമാണ് മാനേജ്മെന്റ് അല്ല. അത് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ ആൾക്കാരുടെ ഹ്യൂമൻ ബിഹേവിയർ, അവരെ മോട്ടിവേഷൻ ചെയ്യിക്കേണ്ടത്, അവരെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇത് പ്രൊഡക്ടിവിറ്റി, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇതൊക്കെയാണ് മാനേജ്മെന്റ്. അപ്പോൾ അതൊരു ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റും അതിലുണ്ട്. അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ മാനേജ്മെന്റ് പ്ലാനിങ്ങിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഡിസിഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ പോയിന്റിലും ഒരു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആക്ച്വലി മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് മാനേജ്മെന്റിനെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എടുക്കുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ അലൈൻ ചെയ്തുകൊണ്ടുള്ള മാനേജറുടെ ഡിസിഷൻ മേക്കിംഗ്. അടുത്തത് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സ്ഥലത്തായാലും നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. എന്നാൽ ഒരു സോഷ്യൽ യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ എഫക്റ്റ് സോഷ്യലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആവശ്യമാണ്. അപ്പം അത് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണോ അതിൻ്റെ ക്യാരക്ടർ നോക്കേണ്ട കാര്യമില്ല. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അതിൽ പ്രൊഡക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് സിസ്റ്റം കൺസെപ്റ്റ്. treats the organization as a system of interrelated parts working together towards a common goal. Stresses integration and environmental interaction. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിസ്റ്റം കൺസെപ്റ്റ്. ഇത് നമ്മൾ പഠിക്കാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്തത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണോ അതോ ഒരു സയൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആർട്ടാണോ അതോ ജസ്റ്റ് ഒരു സയൻസ് ആണോ? ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസും ആണ് ആർട്ടും ആണ്. ഓക്കെ, രണ്ടും കൂടി ചേർന്നിട്ടുള്ള ചില സ്ഥലങ്ങളിൽ അത് സയൻസ് ആണ്. എവിടെയാണ് സയൻസ് വരുന്നത്? ഒരു സിസ്റ്റമാറ്റിക് നോളജാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ തിയറികളുണ്ട്, തത്വങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ഉപയോഗിക്കുന്നു, എന്നിട്ട് അതിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു സയൻസിന്റെ ഭാഗമായിട്ട് വരും അല്ലെ. ഇപ്പോൾ ഒരു ഫോർകാസ്റ്റിംഗ്, അടുത്ത 10 വർഷത്തിനുള്ളിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഇപ്പോൾ ഉള്ള
പ്രോഡക്റ്റ് അതെങ്ങനെയാണ് അത് നോക്കുന്നത്? ഇപ്പോഴുള്ള ഡാറ്റ അനാലിസിസ് വെച്ചിട്ടാണ് ഇത്രയും ഡാറ്റ നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു കാറാണ് ഉണ്ടാക്കുന്നത്, ഇത്രയും കാറുകൾ ചിലവാക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർക്ക് ഇത്രയും ഇൻകം ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഒരു കണക്കാണ്, അത് മാത്തമാറ്റിക്സ് ആണ്. അത് ഒബ്വിയസ്ലി എന്താണ്, സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതാണ് ഒരു സയൻസിന്റെ ആസ്പെക്ട്. അടുത്തത് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് സയൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ പേഴ്സണൽ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ചില സമയത്ത് ഇൻഡ്യൂഷനും എക്സ്പീരിയൻസും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കുള്ള നോളജ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത്, റിയൽ ലൈഫ് സിറ്റുവേഷൻ, ഓരോ വ്യക്തികൾ, നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫിസിക്കലായിട്ടുള്ള സാധനങ്ങളോടല്ല, അല്ലെ, ഇരുമ്പിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ പ്രൊഡക്റ്റിനോടോ അല്ല ഇന്ററാക്ഷൻ, ജനങ്ങളോട്, വ്യക്തികളോടാണ് ഇന്ററാക്ഷൻ. അപ്പൊ അവരുടെ ക്യാരക്ടർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന ഇതുണ്ടാക്കും, സൾഫ്യൂരിക് ആസിഡ് എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേലെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക നമുക്കറിയാം, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെയല്ല ഒരു വ്യക്തി ഏത് രീതിയിലാണ് പ്രതികരിക്കുക, പെരുമാറുക എന്നുള്ളത് നമുക്ക് അത്ര ഒരു പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്കൊരു ആർട്സിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിങ്, അതുപോലെ മോട്ടിവേഷൻ, ഇതൊക്കെ നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ട് പഠിച്ചു പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ റിയൽ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ കൺക്ലൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ മാനേജ്മെന്റ് is both an art and a science. It combines analytical techniques with personal skills and judgment. Okay, ഇനി നമുക്ക് ഇമ്പോർട്ടൻസിലേക്ക് പോകാം. എന്താണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്? അത് ആദ്യത്തത് എൻഷുവേഴ്സ് ഓർഗനൈസേഷണൽ ഗോൾസ് ആർ മെറ്റ്. ഈ മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷണൽ ഗോൾസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് അലൈൻ ചെയ്ത് അതിൻ്റെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്തിനാണോ ഓർഗനൈസേഷൻ, അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നേരത്തെ നമ്മൾ നേച്ചറിലും പറഞ്ഞല്ലോ, ഇത് നമുക്ക് കൃത്യമായിട്ട് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആവശ്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു നാലാൾക്കാരെ ആരോടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ജോലി ഒരു നാലാൾക്കാരോട് പറഞ്ഞോ ഈ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ പറ്റില്ല. ആരെങ്കിലും അതൊരു മാനേജ് ചെയ്യാൻ, ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന ജോലി ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ അത് അസൈൻ ചെയ്ത് കൊടുക്കാനും അത് മോണിറ്റർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരാളുണ്ടെങ്കിലേ അത് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അത് മാനേജ്മെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് പ്രൊവൈഡ് സ്ട്രക്ചേർഡ് അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് യൂട്ടിലൈസസ് ഡാറ്റ ഡ്രിവൻ ഇൻസൈറ്റ്സ് ലീഡിങ് മോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡ്യൂഷൻ മാത്രമല്ല, നേരത്തെ നമ്മൾ പഠിച്ചല്ലോ ആർട്സ്, ഒരു മാനേജ്മെന്റ് ആർട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻഡ്യൂഷൻ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും അങ്ങനെയല്ല. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തെറ്റാനും സാധ്യതയുണ്ട്. നമ്മുടെ ഇൻഡ്യൂഷൻ അല്ലല്ലോ ശരിക്ക് സത്യം അതായിരിക്കണം എന്നില്ല. അപ്പൊ അതിന് എന്താ വേണ്ടത്, ഡാറ്റ വേണം. ഡാറ്റ വെച്ചിട്ട് ഡാറ്റ എന്താണ് പറയുന്നത് നോക്കുക. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സാധാരണക്കാരോട് PSC പഠിക്കുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. സാധാരണ ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ആയുർദൈർഘ്യം പഴയ കാലത്താണോ കൂടുതൽ അതോ ഇപ്പോഴാണോ കൂടുതലും ചോദിച്ചാൽ ആൾക്കാർ പറയും പഴയ കാലത്താണ് കൂടുതൽ, പഴയ കാലത്ത് ഇത്തരത്തിൻ്റെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വലിയ വലിയ രോഗങ്ങൾ വരുന്നത്, എല്ലാവർക്കും വലിയ ആരോഗ്യമാണ്. പക്ഷെ ഡാറ്റ എന്താ പറയുന്നത്? ഡാറ്റ പറയുന്നത് പഴയ കാലത്ത് അങ്ങേറ്റം ശോചനീയമാണ് ആയുർദൈർഘ്യം, ഇപ്പോഴാണ് ആയുർദൈർഘ്യം കൂടുന്നത്. ഓക്കെ, PSC പഠിക്കുന്ന ആൾക്കാർക്ക് അത്രയും അത് അങ്ങനെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ സാധാരണ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും
മീൻസ് അത്രയധികം ഇത്തരത്തിലുള്ള ഡാറ്റ ചെക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാത്ത ആൾക്കാരോട് അവരുടെ കോമൺ സെൻസിൽ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരം പഴയ ആൾക്കാർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു എന്നും പുതിയ ആൾക്കാർ അധികം കാലം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതെങ്ങനെ മാറുന്നത്? നമ്മളെ പോലെ PSC പഠിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ മാറും? നമ്മൾ ഡാറ്റ എടുത്ത് നോക്കണം. അപ്പോൾ ഡാറ്റയിൽ കാണിക്കുന്നത് എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. നമ്മുടെ കോമൺ സെൻസ് അല്ല ഡാറ്റ, അതിൽ വേറെ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഞാനൊരു ഡിസിഷൻ മേക്കിങ്ങിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്, എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് സപ്പോർട്ടിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആർ കീ മാനേജ്മെന്റ് പ്രാക്ടീസസ് ദാറ്റ് ഡ്രിവൻ ഇന്നോവേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ഗ്രോത്ത്. ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഫിറ്റിന്റെ, പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലൊക്കെ അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണം. അപ്പം അതിനെന്ത് ചെയ്യും, ഒരുപാട് ഇതിൽ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എത്രത്തോളം കുറവ് ഇൻപുട്ട് കൊടുത്ത് എത്രത്തോളം കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാമോ എന്നുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് മാനേജ്മെന്റ്. അപ്പോൾ ഏതിന് ഏറ്റവും ബെസ്റ്റ് വേ തിരഞ്ഞെടുക്കാൻ ഈ മാനേജ്മെന്റിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും, ഇന്നോവേഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഗ്രോത്തും ഉണ്ടാവും. അത്ര മാനേജ്മെന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്തുണ്ടായിരിക്കും, ഇത് രണ്ടും ഉണ്ടാവില്ല. അടുത്തത് ബിൽഡ്സ് എ സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ. എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ ഹയറാർക്കീസ് ആൻഡ് ഡിഫൈനിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഫണ്ടമെന്റൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു എ റോബസ്റ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു ക്ലിയർ ഹയറാർക്കി ഉണ്ടാക്കാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഓർഗനൈസേഷന് ഉണ്ടാക്കാനും ഈ മാനേജ്മെന്റ് സാധിക്കും. അഗെയിൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മളൊരു മൊഡ്യൂളായിട്ട് എടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം പല സമയങ്ങളിലായിട്ട് ഞാൻ ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണ് സ്ട്രക്ചർ എന്നുള്ളത്. നമുക്ക് മുന്നേയുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ട് വരച്ചിട്ട് ആ ചാർട്ടിൽ ഇങ്ങനെ ഹയറാർക്കി വരയ്ക്കുന്നത് മാത്രമാണ് സ്ട്രക്ചർ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അടുത്തത് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ഇൻ ആൻഡ് എൻഹാൻസ് മൊറേൽ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൊറേൽ ഉണ്ടാക്കുന്നു. ഇംപ്ലിമെന്റിംഗ് മോട്ടിവേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് ഫോസ്റ്ററിംഗ് ടീം വർക്ക് ആർ എസെൻഷ്യൽ മാനേജ്മെന്റ് പ്രാക്ടീസസ് ദാറ്റ് എൻഹാൻസ് എംപ്ലോയി മൊറേൽ ആൻഡ് പെർഫോമൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് എത്തിക്സും ഇതിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആള് ഡീമോട്ടിവേറ്റ് ആവുന്നത് എന്ന് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തിട്ട് അയാളുടെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ ജോലിയൊന്നും ചെയ്യാതെ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ ആരമായി മോണിറ്റർ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് അവിടെ വേണം. ഓക്കെ, അത്തരത്തിലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിലാണ് ഒരു വിശ്വാസം ആ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ എന്തായിരിക്കും, അത് നമ്മൾ സ്വാഭാവികമായിട്ടും അതൊന്നും വർക്ക് അല്ലെങ്കിൽ നമ്മൾ പറയും വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. എഫക്റ്റീവ് മാനേജ്മെന്റ് എനേബിൾസ് ഓർഗനൈസേഷൻസ് ടു നാവിഗേറ്റ് മാർക്കറ്റ് ചേഞ്ചസ് ആൻഡ് മെയിൻറ്റെയിൻ സസ്റ്റൈനബിലിറ്റി ഇൻ കോമ്പറ്റേറ്റീവ് എൻവയൺമെന്റ്. ഈ ഒരു ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനും ഇതും നമ്മളൊരു മൊഡ്യൂളായിട്ട് പഠിച്ചതാണ് ചേഞ്ച് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഇതൊക്കെ ആരാ മാനേജ് ചെയ്യേണ്ടത്? മാനേജ്മെന്റ് ആണ് മാനേജ് ചെയ്യേണ്ടത് അല്ലേ. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ആക്ച്വലി ആ മൊഡ്യൂളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വളരെ അത് നമ്പർ ഇട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് എഫക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ്. ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ റിസ്ക്സ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ക്രൈസിസ് മാനേജ്മെന്റ് ആർ ക്രിട്ടിക്കൽ മാനേജ്മെന്റ്. ഫങ്ഷൻസ് ദാറ്റ് ആർ സേഫ് ഗാർഡ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഓർഗനൈസേഷന് വരുന്ന ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എന്ത് വേണം, ഒരു മാനേജ്മെന്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, എന്നാലേ അത് വരുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് വളരെ ഒബ്വിയസ് ആയിട്ട്
ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ടെക്നിക്കലി ആയിട്ട് ഒന്നും പഠിക്കേണ്ടതില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതുപോലെ എങ്ങനെയാണ് മൊറയില് ഒരു എംപ്ലോയിന്റെ മൊറയിൽ എങ്ങനെയാണ് പോകുന്നത്, അതൊക്കെ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒക്കെയാണ് ഒരു ഇത്തിരി കൂടി മനസ്സിലാക്കേണ്ടതുള്ളൂ. അതും നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് വരുന്ന ത്രെട്ട് ആരാ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് അല്ല ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് അത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റിലുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതെടുക്കാം. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, ഇത് രണ്ടും ഒരുപോലെയാണ് നമുക്ക് അല്ലെ. മാനേജ്മെന്റ് എന്താണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതിൽ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അത് നമുക്ക് രണ്ട് തരത്തിൽ ആണ് ഇത് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അത് ഡിഫൈൻ ചെയ്യാൻ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം അത് എന്താണെന്ന്. ഓക്കെ, ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്, അതിൽ പറയുന്നത് രണ്ട് അഡ്മിനിസ്ട്രേഷൻ വേറെ ആയിട്ടും മാനേജ്മെന്റ് വേറെ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് തിങ്കിങ് വൈൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡൂയിങ്. Okay, this group also thinks that administration is a top level function and management is a lower level function. Each managers perform both activities. At top level, there is more administration and less management, whereas at lower level, there is more management and less administration. അതെന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ബേസിക്കലി ഒരു തിങ്കിങ് ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ, റിയൽ ലൈഫിൽ ചെയ്യുന്നതിനെ മാനേജ്മെന്റ് ആയിട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് മാനേജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ചെയ്യുന്നുണ്ടാവും. അഡ്മിനിസ്ട്രേഷനും ചെയ്യുന്നുണ്ടായിരിക്കും, മാനേജ്മെന്റും ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ലൈക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഇവർ കൂടുതൽ എന്താ ചെയ്യുക? ഇവർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ഇതിലല്ലേ ശ്രദ്ധ. അപ്പൊ അവർ കൂടുതൽ ചെയ്യുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ആണ് അവർ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഏരിയ ആണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് അവരുടെ ഡെയിലി വർക്കിൽ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, എന്നാൽ മാനേജ്മെന്റ് വളരെ കുറവാണ് ചെയ്യുന്നുള്ളൂ. എല്ലാ മാനേജേഴ്സും ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിവിടെ ആണെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് വിചാരിക്കാം. പക്ഷെ അവിടെയല്ല, പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതായത് ഒരു ഇത്തിരി മാനേജ്മെന്റും ഒരുപാട് അഡ്മിനിസ്ട്രേഷനാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുമെങ്കിൽ, സൂപ്പർവൈസർ പോലുള്ള ഇമ്മീഡിയറ്റ് സൂപ്പർവൈസേഴ്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് ലെവൽ മാനേജേഴ്സ്, അവർ വളരെ കുറച്ച് അഡ്മിനിസ്ട്രേഷനാണ് ചെയ്യുന്നത്. അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെ പരിധികളുണ്ട്, വളരെ ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, എന്നാൽ മാനേജ്മെന്റ്, ഡെയിലി മാനേജ്മെന്റ് അവർക്ക് കൂടുതലാണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു തോട്ട്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് വേറെ, അഡ്മിനിസ്ട്രേഷൻ വേറെ ആയിട്ടാണ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്ത ഇത് നമുക്ക് നോക്കിയേക്കാം. ഇവർ പറയുന്നത് മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മാനേജ്മെന്റിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ടോപ്പ് ലെവലിൽ ചെയ്യുന്ന കുറച്ച് വർക്കുകളാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് എ ബ്രോഡ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷനും കൂടി ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ടേമാണ് എന്ത്, മാനേജ്മെന്റ്. According to this view, functions of management can be divided into two categories. ഒന്ന് ഫസ്റ്റത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അതില് usually discharged at the top level. Okay, operative management usually performed at the lower level. Okay, ഇത് രണ്ടുമാണ് ഇതിൽ പറയുന്നത്. ഇത് മനസ്സിലായി രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പോളിസി മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഈ ഒരു ടൈപ്പാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ റിയൽ ടൈമിൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഏതാണ് പറയാൻ പറഞ്ഞത്? ഒരു മിനിറ്റ്. ഒന്നുകൂടി പറയാം. അതായത് രണ്ട് വ്യൂസ് ആണുള്ളത്. ഒന്നാമത്തെ വ്യൂവില്
ഇതിൽ അഡ്മിനിസ്ട്രേഷൻ വേറെ, മാനേജ്മെന്റ് വേറെ ആയിട്ടാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. എന്നാൽ എല്ലാവരും ചെയ്യും. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ മാത്രം ഒരു വർക്കല്ല അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഇത് പക്ഷെ അതിന്റെ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കും മുകളിലേക്ക് പോകും തോറും. അഡ്മിനിസ്ട്രേഷന്റെ താഴെ വരുമ്പോൾ എന്തായിരിക്കും, മാനേജ്മെന്റിന്റെ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാലോ, ഒരു പോളിസി മേക്കിംഗ്, ഒരു സൂപ്പർവൈസർ അല്ലല്ലോ ഒരു കമ്പനിയുടെ പോളിസി മേക്കിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഈ ഡിസിഷൻ എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പോളിസികൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു വർക്കായിട്ട് പറയുന്നത്. ഇതില് അടുത്തതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടും മീൻസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൃത്യമായിട്ടൊരു വിഭജനമില്ല. ഇത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ടീമിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതിന് ടോപ്പ് ലെവലിൽ അഡ്മിനിസ്ട്രേഷന്റെ വർക്ക് ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നും, മറ്റ് യൂഷ്വലി നമ്മൾ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്ന ലോവർ ലെവലിലുള്ള അതിന് ചെയ്യുന്ന ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ളൊരു ടേം വരുന്നത് എന്താ പറയാ, ടോപ്പ് ലെവലിലുള്ളതാണെന്ന് മാത്രം. മാനേജ്മെന്റ് ആണ് മൊത്തം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും ഓപ്പറേറ്റീവ് മാനേജ്മെന്റും രണ്ടാമത്തേല്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് വളരെ എളുപ്പമാണ് പഠിക്കാൻ. പീറ്റർ ഡ്രക്കറിന്റെ. ഇത് ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. ഇത് വേറെ ഒരു തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. Yet another view has been expressed by Peter Drucker, who says that difference between management and administration lies often words with in different fields. The governance of non-business institutions such as government, army, church, etc., is generally called administration, while the governance of business enterprise is called management. വളരെ സിമ്പിളാണ്. അതായത് നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ബിസിനസ് നോൺ ബിസിനസ് ആയിട്ടുള്ള ഗവർണൻസ് ലൈക്ക് ഗവൺമെന്റ്, ആർമി, ചർച്ച്, ഇതിനൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എന്റർപ്രൈസസിന്റെ ഗവർണൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.